السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. نحن ندرس اليوم اللغة العربية في الصف الخامس. ماذا درسنا في الصف الماضي؟ نعم درسنا الدرس الأول. عنوان درسنا ماء صاف. معنى ماء صاف ക്ലിയർ വാട്ടർ അല്ലേ? നാം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ? 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററായ മാഉൻ സോഫിൻ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ മാഉൻ സോഫിൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ വാട്ടർ എന്ന് വെച്ചാൽ തെളിഞ്ഞ വെള്ളം. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ ഒന്ന് കവർ ചെയ്തു അല്ലേ? എന്താണ് ഒരു റയ്യാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരു ഫേമസ് ആയ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു വലിയ കുട്ടിയായി മാറിയ ഒരു ചെറിയൊരു കഥയാണ് അല്ലേ? ഒരു ഖിസ്സ വാഖിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പം അതിൻ്റെ ബാക്കി ഭാഗം നോക്കിയാലോ? ഇനി നമുക്ക് എന്താണ് 14ാമത്തെ പേജിലെ വർക്കുകളൊക്കെ ഒന്ന് നോക്കാം, ആക്ടിവിറ്റീസുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പം എല്ലാവരും റെഡി അല്ലേ? നമ്മൾ തുടങ്ങിയാലോ? നുലാഹിദുൽ കലിമാത്തിൽ മുലവ്വനത വനതഅറഫു. നുലാഹിദുൽ കലിമാത്തിൽ മുലവ്വന, താഴെ കുറച്ച് നിറത്തിൽ ചില പദങ്ങൾ നമുക്ക് കാണാം. വനതഅറഫു, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാം റെഡി അല്ലേ? എന്താ താഴെ കുറച്ച് പദങ്ങൾ നിറത്തിൽ, ഏതൊക്കെ പദങ്ങൾ? ബ്ലാക്ക് കളറില്ലാതെ നിറത്തിൽ കാണാൻ പറ്റില്ലേ? കലിമാത്തിൽ മുലവ്വന, അല കാണുന്നുണ്ട്, അതേപോലെ താഴെ ഇല കാണുന്നുണ്ട്, പിന്നെ ഫി, പിന്നെ അതുപോലെ മിനൽ മസ്ജിദി, അങ്ങനെ കാണാം അല്ലേ? അപ്പോൾ ആർക്കെങ്കിലും ഇത് മനസ്സിലായോ? ഇതെന്താണ്? ഈ കലിമത്ത് ഏതാണ്? ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് ഹുറൂഫുൽ ജറാണ് കേട്ടോ. ഹുറൂഫുൽ ജറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജറ് ചെയ്യുന്ന ഹർഫുകളാണ്. നമ്മളൊരു സെൻറ്റൻസ് തയ്യാറാക്കുമ്പോൾ അതിൽ ജറ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഹർക്കത്ത് കിസ്റ് കൊടുക്കുന്ന ഹർഫുകളാണ്, കലിമത്തുകളാണ് ഈ താഴെ കാണുന്നത്. അല, ഇല, ഫി, മിൻ എന്ന് കാണുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ ഹുറൂഫുൽ ജറിൻ്റെ പ്രത്യേകത എന്താണ്? ഹുറൂഫുൽ ജറ് എന്ന് പറഞ്ഞാൽ അത് ജറ് ചെയ്യുന്ന ഹർഫുകളാണ്. ഈ ഹർഫുകൾ വന്നു കഴിഞ്ഞാൽ, ഈ കലിമത്തുകൾ വന്നു കഴിഞ്ഞാൽ, പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ ഇസ്മായിരിക്കും വരിക. ആ ഇസ്മിന് കസ്റായിരിക്കും. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? നാമങ്ങൾ. ഓരോ ഇപ്പം തോവിലത്തി, മദ്രസത്ത്. തോവിലത്ത് പറഞ്ഞാൽ ടേബിള്, മദ്രസത്ത് പറഞ്ഞാൽ സ്കൂള്. അപ്പോൾ അതുപോലെ ഓരോ നാമങ്ങളല്ലേ, പേരുകളാണ്. അപ്പോൾ ഈ ജറിൻ്റെ ഹർഫുകൾ വന്നാൽ അതിന് ശേഷം ഇസ്മായിരിക്കും വരിക. അപ്പോൾ ഈ ഇസ്മുകൾക്ക് കസ്റായിരിക്കും കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ അല വന്നു കഴിഞ്ഞാൽ ആ ഇസ്മിന് ശേഷം വരുന്ന ഇസ്മിന് മജ്റൂറായിരിക്കും ചെയ്യുക. മജ്റൂർ എന്ന് പറഞ്ഞാൽ കസ്റാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ജറിൻ്റെ ഹർഫിന് എന്ത് പറയും? ആ അല, ഇല എന്ന് പറയുന്ന ഈ പദങ്ങൾക്ക് എന്ത് പറയും? ജാറ് എന്ന് പറയും. ഹുറൂഫുൽ ജറ് അഥവാ ജാറ് എന്ന് പറയും. പിന്നെ അതിന് ശേഷം വരുന്ന ഇസ്മിന് മജ്റൂർ എന്നും പറയും. അപ്പം എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മനസ്സിലാവാത്തവർ എൻ്റെ വോയിസ് വീണ്ടും ഒന്നുകൂടി കേൾക്കാൻ ഒന്ന് ക്ലിയർ ആക്കട്ടോ. അപ്പോൾ നമുക്ക് താഴെയുള്ള വർക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? താഴെയുള്ള നിറത്തിൽ കൊടുത്ത പദങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. അലത്തോവിലത്തി കിതാബുൻ. അലത്തോവിലത്തി പറഞ്ഞാൽ ടേബിളിൻ്റെ മുകളിൽ കിതാബുൻ, ഒരു ബുക്കുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ എന്താ വെച്ചാൽ ഓൺ ദി ടേബിൾ ഇസ് എ ബുക്ക്. ഓൺ ദി ടേബിൾ, അല എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? മുകളിൽ.
മുകളിൽ അല്ലെങ്കിൽ അതിന്മേൽ എന്നാണ്. അപ്പോൾ ഓൺ എന്ന് വരും ഇംഗ്ലീഷിൽ ഓൺ. അപ്പോൾ അല തോവിലത്തി കിതാബുൻ, അപ്പോൾ ഓൺ ദി ടേബിൾ ഇസ് എ ബുക്ക്. അപ്പോൾ ആ ജെറിന്റെ ഹർഫ് അല എന്ന് വരുമ്പോൾ ശേഷം എങ്ങനെയായിരിക്കുമെന്ന്, അതിന് ശേഷമുള്ള ആ ഇസ്മ തോവിലത്തി, ഈ ടേബിളിന് എന്ത് കിസർ കൊടുത്തു അല്ലെ. തോവിലത്തി എന്ന ഇസ്മിന് കിസറാണ്, മജ്റൂറാണ് കൊടുത്തത്. അപ്പൊ അതിന് ശേഷമുള്ളത് നോക്കാം. തദ്ഹബു തോലിബത്തു ഇലൽ മദ്റസത്തി. അപ്പോൾ ഈ നിറത്തിൽ കൊടുത്ത പദം ഏതാ? ഇല. അപ്പൊ ഇല എന്നുള്ളത് അതിന്റെ മീനിങ് ലേക്ക് എന്നാണ് കേട്ടോ. ടു എന്നുള്ള അർത്ഥം, ഇംഗ്ലീഷിൽ ടു എന്ന് പറയുന്ന എന്നായിരിക്കും. അപ്പൊ ലേക്ക്. അപ്പൊ തദ്ഹബു തോവിലത്തു, തദ്ഹബു തോലിബത്തു, വിദ്യാർത്ഥി പോകുന്നു. തദ്ഹബു പറഞ്ഞാല് അവള്, ഒരു പെൺകുട്ടിയാണ്, തോലിബത്താണ് കേട്ടോ. അപ്പൊ സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥിനി പോകുന്നു. ഇലൽ മദ്റസത്തി, സ്കൂളിലേക്ക്. ഇല വന്നപ്പോൾ അതിന്റെ ശേഷമുള്ള ഇസ്മ ഏതാണ്? മദ്റസത്തിലെ. അപ്പൊ ആ മദ്റസത്തിന് ആ ഇസ്മിന് കസ്റ് കൊടുക്കുകയാണ്. അപ്പൊ അതിന് മജ്റൂർ എന്ന് പറയുന്നു. അപ്പോൾ ലേക്ക് എന്ന പദമാണ് ഇല. അപ്പൊ ദ സ്റ്റുഡന്റ് ഗോസ് ടു സ്കൂൾ. അപ്പൊ ഇലാന്റെ മീനിങ് ടു ആണ് കേട്ടോ, ഇംഗ്ലീഷിൽ ടു സ്കൂൾ. ഇനി അടുത്ത നോക്കാം. ഫിൽ ബുസ്താനി അസ്ഹാറുൻ. ഫിൽ ബുസ്താനി, ഈ ബുസ്താനി പറഞ്ഞാല് പൂന്തോട്ടം, അസ്ഹാറുൻ എന്ന് പറഞ്ഞാല് എന്താണ് പറയാ, ഫ്ലവേഴ്സ്, പൂക്കള്. അപ്പൊ ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിലുണ്ട് എന്ത്? അസ്ഹാറുൻ, പൂക്കളുണ്ട്. അപ്പോൾ പൂന്തോട്ടത്തിൽ അഥവാ വീട്ടിൽ, അങ്ങനൊക്കെ സ്കൂളിൽ എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഫി ആണ് ചേർക്കൽ കേട്ടോ മുമ്പ്. ഫിൽ ബുസ്താനി അസ്ഹാറുൻ. അപ്പോൾ ഫിൽ ബുസ്താനി പറയുമ്പോൾ പൂന്തോട്ടത്തിൽ, അസ്ഹാറുൻ പൂക്കളുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് ഇൻ ദി ഗാർഡൻ. അപ്പോൾ ഫി വരുമ്പോൾ ഇൻ എന്നായിരിക്കും, ഇംഗ്ലീഷിൽ ഇൻ എന്ന മീനിങ് ആണ്. അഥവാ തിൽ, ഫിൽ ബൈത്തി വീട്ടിൽ, ഫിൽ ബുസ്താനി പൂന്തോട്ടത്തിൽ, പിന്നെ ഫിൽ കിതാബി പറഞ്ഞാല് ബുക്കിൽ എന്നൊക്കെ വരും. ഇനി അടുത്തത് നോക്കാം. ഇർജിഉൽ വാലിദു മിനൽ മസ്ജിദി. ഇർജിഉൽ വാലിദു മിന, ഇതിൽ കളറിൽ കൊടുത്ത പദം ഏതാ? മിന അല്ലെ. മിനക്ക് ശേഷം വന്നത് ഇസ്മായ മസ്ജിദാണ്. അപ്പൊ മസ്ജിദിന് ആ ഇസ്മിന് എന്ത് വന്നു? അവസാനത്തിൽ മസ്ജിദി എന്ന് വന്നു അല്ലെ, കിസ്റ് കൊടുത്തു. അവസാനത്തെ ഹർഫിന് കിസ്റ് കൊടുത്തു അതിന്. അപ്പൊ അതിനാൽ ആ ഇസ്മിന് മജ്റൂർ എന്ന് പറയുന്നു. നിറത്തിൽ കൊടുത്ത പദത്തിന് ഹുറൂഫിൽ ജറ് എന്ന് പറയുന്നു, അഥവാ ജാറ് എന്നും പറയും. അപ്പൊ ഇർജിഉൽ വാലിദു, പിതാവ് മടങ്ങി, മിനൽ മസ്ജിദി, എവിടുന്ന മടങ്ങുക? മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നും മടങ്ങുന്നു. അതുപോലെ ഇർജിഉൽ വാലിദു മിനൽ ബൈത്തി, അങ്ങനൊക്കെ പറയും. ഇർജിഉ വരുമ്പോ മടങ്ങുന്നു. അപ്പൊ എവിടുന്നാണ് മടങ്ങുന്നത് എന്ന് പറയുമ്പോ മിന എന്ന് ചേർക്കൂട്ടോ. ഇൽ നിന്ന്, പള്ളിയിൽ നിന്ന്, അതുപോലെ വീട്ടിൽ നിന്ന് എന്നൊക്കെ നമ്മള് പദങ്ങള് കൊണ്ടുവരാന് മിന എന്നാണ് ചേർക്കല്. അപ്പൊ എന്താണ്? ഇർജിഉൽ വാലിദു മിനൽ മസ്ജിദി, ഫാദർ റിട്ടേൺ ഫ്രം ദി മോസ്ക്. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു മനസ്സിലായില്ലേ? ഈ ജറിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത്? അല, ഇല, ഫി, മിന അല്ലെ. അല, ഇല, ഫി, മിന. അപ്പൊ എല്ലാവർക്കും മിൻ. അപ്പൊ എല്ലാവർക്കും ഈ ജറിന്റെ ഹർഫുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ അതുപോലെ ഇനിയും ഉണ്ട് ജറിന്റെ ഹർഫുകൾ. ഏതൊക്കെയാണ്? അൻ ഉണ്ട്. അൻ എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ മീനിങ് തൊട്ട്, അതിനെ തൊട്ട് എന്നൊക്കെ പറയും. അതുപോലെ ഇതിനെ കുറിച്ച് എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം നോക്കാം. ഉക്തുബ് അൽ മുദക്കിറ അനിൽ ഉമ്മി, ഉമ്മയെ കുറിച്ച് ഒരു മുദക്കിറ തയ്യാറാക്കാൻ. ഉക്തുബ് പറഞ്ഞാൽ നീ എഴുത്, അൽ മുദക്കിറ ഒരു മുദക്കിറ കുറിപ്പ് തയ്യാറാക്കുക, അനിൽ ഉമ്മി ഉമ്മയെ കുറിച്ച്. അപ്പൊ
അൻ വന്നതിന് ശേഷം ഇസ്മ ഉമ്മാണ് വന്നത്. അപ്പൊ ഉമ്മിന് കസറ് കൊടുക്കും, ഉമ്മി എന്ന് പറയും. അപ്പൊ അതുപോലെ കുറിച്ച് എന്നുള്ള അർത്ഥവും വരും, തൊട്ട് എന്ന മീനിങ്ങിൽ വരുന്നതാണ്. ഒന്ന് നോക്കിയാല് എന്താ പറയാ, അസീലുൽ അദ അനിത്വരേക്ക്, അസീലുൽ അദ ബുദ്ധിമുട്ടുകൾ നീക്കി, അനിത്വരേക്ക് വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുക, വഴിയെ തൊട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വഴിയിൽ കാണപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നീക്കി എന്ന മീനിങ് വരുമ്പോൾ അനിത്വരേക്ക്, അനിത്വരേക്ക് വഴിയെ തൊട്ട് എന്നുള്ള അർത്ഥം. അപ്പൊ അതുപോലെ പിന്നെ ആരെങ്കിലും എന്തിനേയും കുറിച്ച് പറയുമ്പോ, ഒരു ബുക്കിനെ കുറിച്ച് പറയുമ്പോ അനിൽ കുത്തുബി, ആ ബുക്കിനെ കുറിച്ച് എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും അതൊന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ ബി വരും, ബി ഒരു ഹുറൂഫുൽ ജറിൽ പെട്ടതാണ്. അതുപോലെ ലാം വരുന്നുണ്ട്. അപ്പോൾ മിൻ, ഞാൻ ചുരുക്കി പറയാം, മിൻ, ഇല, അൻ, അല, ഫി, അൽബാഉ, ലാമു, ഇതൊക്കെ ഹുറൂഫുൽ ജറുകളിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഹുറൂഫുൽ ജറിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഈ നിറത്തിൽ കാണുന്ന പദങ്ങളൊക്കെ ഹുറൂഫുൽ ജറുകളിൽ പെട്ടതാണ്. അല, ഇല, ഫി, മിൻ എന്നുള്ളത്. അപ്പൊ അല എന്നുള്ളത് മുകളിൽ എന്ന അർത്ഥം വരും. എന്ന് വെച്ചാല് ഇന്തി, ഓൺ ദി എന്ന് പറയും, ഓൺ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ്. അതുപോലെ ഇല എന്ന് പറയല് ടു എന്നുള്ള മീനിങ്, ലേക്ക്, ടു സ്കൂൾ, ഇലൽ മദ്രസത്തി. അതുപോലെ ഫി എന്നുള്ളത് പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ ബുക്കിൽ, അങ്ങനെയൊക്കെ മീനിങ് വരുന്ന ഇന്തി എന്നുള്ള, ഇൻ എന്നുള്ള മീനിങ് ആണ് വരിക. പിന്നെ മിന, മിൻ എന്നുള്ളത് മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നും. അതുപോലെ മിനൽ ബൈത്തി, വീട്ടിൽ നിന്നും എന്നുള്ള ഇൽ നിന്ന്, ഇൽ നിന്ന് എന്നുള്ള വേർഡാണ് മിന, അതിന്റെ മീനിങ്. അപ്പൊ ഫ്രം എന്നുള്ള, ഫ്രം ദി മോസ്ക്, ഫ്രം ദി ഹൗസ്. അതുപോലെ അപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ ഇനി അടുത്ത വർക്കിലോട്ട് നോക്കാം. നുറാജിഉ നസ്സ വനഖ്താറു മിൻഹ ഹുറൂഫൽ ജറി വൽ അസ്മാഇൽ മജ്റൂറത്തി. അപ്പൊ എന്താണ് നുറാജിഉ നസ്സ, നമുക്ക് പാഠഭാഗത്തിലേക്ക് തിരിച്ചു പോകാം. വനഖ്താറു മിൻഹ, എന്നിട്ട് ആ പാഠഭാഗത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, തിരഞ്ഞെടുക്കാം. ഹുറൂഫിൽ ജറി, ജറിന്റെ ഹർഫുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. വൽ അസ്മായിൽ മജ്റൂറ, അതിനുശേഷം വരുന്ന ഇസ്മുൽ മജ്റൂർ, അതിനുശേഷം വരുന്ന ഇസ്മിനാണ് എന്താണ് അസ്മാഉൽ മജ്റൂറ എന്ന് പറയുന്നത്. അതും നമുക്ക് കണ്ടെത്താം. അപ്പൊ ആദ്യം ഹുറൂഫുൽ ജർ കണ്ടെത്താം, എന്നിട്ട് അതിനുശേഷം വരുന്ന ആ ഇസ്മും നമുക്ക് കണ്ടെത്താം. അതിനെ എന്ത് പറയുന്നു, ഇസ്മുൽ മജ്റൂർ എന്ന് പറയും അല്ലേ. അപ്പോൾ എന്നിട്ട് ഒരു ടേബിൾ വരച്ച് അത് നമുക്ക് അവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഹുറൂഫുൽ ജർ ഇല ഒരു മോഡൽ കാണുന്നുണ്ട്, പിന്നെ ഇസ്മുൽ മജ്റൂർ ബൈത്തി എന്ന് കാണുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ അവസാനത്തെ പാരഗ്രാഫിലെ അസ്തിഖായി ഹൽ തഅരിഫൂന മൻ ഹാദൽ വലദ് എന്ന് കാണുന്നില്ലേ, ആ പാരഗ്രാഫ് ഒന്ന് നോക്കാം. അതിൽ ഏതൊക്കെയാണ് മിൻ ഹുറൂഫിൽ ജറി, അതുപോലെ മിൻ ഇസ്മു മജ്റൂറി, അതൊക്കെ നമുക്കൊന്ന് കണ്ടെത്താം. എല്ലാം റെഡി അല്ലേ? അപ്പൊ എന്താണ് ആ അവസാനത്തെ പാരഗ്രാഫിൽ കാണാം, ഫി ഖറിയത്തിൻ എന്ന് കാണാം അല്ലേ. ഇജ്തമഅന്നാസു ഫി ഖറിയത്തിൻ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഫി എന്നുള്ളത് മിൻ ഹുറൂഫിൽ ജറി, അത് ഹർഫ് ജറാണ്. പിന്നെ അപ്പോൾ അത് നമുക്ക് ഈ ടേബിളിൽ എഴുതാം, ഹർഫ് ജറിന്റെ ഇതിലെ അടിയിൽ എഴുതാം ഫി എന്നുള്ളത്. പിന്നെ ഖറിയത്തുൻ എന്നുള്ളത് ഖറിയത്തിൻ, അത് ഇസ്മാണ്, അതിന് കസ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇസ്മു മജ്റൂറാണ്. അപ്പോൾ ഖറിയത്തിൻ എന്ന് ഇസ്മു മജ്റൂറിൽ ആഡ് ചെയ്യാം. പിന്നെ കാണാം എന്ത് ബിൽ ഫറഹി എന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിലെ ബി എന്നുള്ളത് മിൻ ഹുറൂഫിൽ ജറിയാണ് കേട്ടോ, അത് ഒരു ഹർഫിന്റെ ജറാണ്. പിന്നെ അതിന് ശേഷം വരുന്ന ഇസ്മായ ഫറഹ്, ഫറഹ് എന്നുള്ളത് ഇസ്മു മജ്റൂറാണ്. അപ്പൊ അത് അവിടെ ഫില്ല് ചെയ്യാം.
പിന്നെ അതുപോലെ അതിനുശേഷം വരുന്ന ബിൽ അമാലി എന്ന് പറയുന്നുണ്ട്. അതിലെ ബി എന്നുള്ളത് മിൻ ഹുറൂഫിൽ ജറി. അതുപോലെ അൽ അമാൽ എന്നുള്ളത് അതിനുശേഷം വരുന്ന ഇസ്മാണ്. അപ്പൊ ഇസ്മ മജ്റൂറിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഫിൽ ആലമി, ഫി എന്നുള്ളത് മിൻ ഹുറൂഫിൽ ജറി, ഹർഫ് ജറിൽ പെട്ടതാണ്. അതുപോലെ ആലമി എന്നുള്ളത് ജാർ മജ്റൂറും ബിൽ ഇസ്മിലെ, അപ്പൊ അത് ഇസ്മ മജ്റൂറാണ്, അതിൽ ചേർക്കാം. അതുപോലെ നമ്മൾ പാഠഭാഗത്ത് നോക്കി ഒരുപാട് കാണാൻ പറ്റും. അതിന് മേലെയുള്ള പാരഗ്രാഫ് ഫി അഫ്രീഖിയ എന്ന് കാണുന്നുണ്ട്. അഫ്രീഖി എന്നുള്ളതാണ് അതിലെ ഇസ്മ. അപ്പം അതുപോലെ മിനൽ അത്ഫാലി, അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നോക്കി ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ജാറ് മജ്റൂർ. അപ്പൊ ജറിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? മിൻ, ഇല, അൻ, അല, ഫി, ബ, പിന്നെ ലാം, ലി എന്ന് പറയും. അപ്പൊ അതൊക്കെ പിന്നെ അതല്ലാതെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട മിൻ ഹുറൂഫിൽ ജറിൽ പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ പാഠഭാഗം ഒന്ന് വായിച്ചിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത ആക്ടിവിറ്റി എന്താണ്? 16ാമത്തെ പേജിലോട്ട് നോക്കൂ. നുലാഹിൽ സുവറ വനുക്കുമിൽ ജുമല ബി ഇസ്തിഖ്ദാമിൽ ഹുറൂഫി മിനൽ മുറബ്ബഇ. നുലാഹിൽ സുവറ, താഴെ കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഒരു മരത്തിന്റെ ചിത്രങ്ങൾ കാണുന്നുണ്ട്, അക്വേറിയം, പിന്നെ ടേബിള്, അങ്ങനെ അതുപോലെ കുറച്ച് സുവറ കാണുന്നുണ്ട്. വനുക്കുമിൽ ജുമല, എന്നിട്ട് താഴെയുള്ള കുറച്ച് സെന്റൻസുകൾ കാണാം. അത് നമുക്ക് ഫില്ല് ചെയ്യാം. ഒരു കുറച്ച് സെന്റൻസുകൾ കംപ്ലീറ്റ് ആക്കാത്ത കുറച്ച് സെന്റൻസുകൾ കാണാം. അവിടെ നമുക്ക് ഫില്ല് ചെയ്യാം. എന്ത്? അൽ ഹുറൂഫ മിനൽ മുറബ്ബഇ, താഴെയുള്ള ആ ചതുരത്തിൽ കൊടുത്ത ഹർഫുകളൊക്കെ നമുക്ക് ഈ സെന്റൻസിൽ ഫില്ല് ചെയ്യാം. അപ്പൊ എന്താണ് താഴെയുള്ള കോളത്തിൽ കാണുന്നത്? മിൻ, ഇല, ഫി, അല, അതൊക്കെ എന്താണ്? അതൊക്കെ മിൻ ഹുറൂഫിൽ ജറി അല്ലേ? ഹർഫിൽ ജറിൽ പെട്ടതാണ് ഈ മിൻ, ഇല, ഫി, അല. നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മിസാൽ, ഒരു ഉദാഹരണം താഴെ കാണാം. അല ഷജറത്തി ഒഴ്ഷൂൻ. അല ഷജറത്തി, അല എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓൺ എന്ന അർത്ഥം അല്ലെ? അതിന്റെ മുകളിൽ അഥവാ അതിന്മേൽ എന്നുള്ള അർത്ഥം വരുന്ന, അതിന്മേൽ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്ന അർത്ഥം വരുന്ന എന്ന ഹർഫാണ് അല. അപ്പൊ അല ഷജറത്തി ഒഴ്ഷുൻ, മരത്തിന്മേൽ. ഒഴ്ഷുൻ എന്ന് പറഞ്ഞാല് കിളിക്കൂടിനാണ് ഒഴ്ഷുൻ എന്ന് പറയാ, നെസ്റ്റ് പറയില്ലേ അത്. അപ്പൊ അല ഷജറത്തി ഒഴ്ഷുൻ, നെസ്റ്റ് ഓൺ ദി ട്രീ. അപ്പൊ ഈ അല എന്നുള്ളതിന്റെ മീനിങ് ഓൺ അല്ലെ? അലക്ക് ശേഷം വന്ന ഇസ്മിന് എന്താണ്? ജറ് ചെയ്തിട്ടുണ്ട്, കസ്ർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇസ്മുൻ മജ്റൂറുൻ പെട്ടതാണ്, ഇസ്മുൽ മജ്റൂറിൽ പെട്ടതാണ്. അപ്പോ ഇനി താഴെയുള്ളത് അതുപോലെ ഫില്ല് ചെയ്താലോ? അസ്സമക്കു, അസ്സമക്കു മത്സ്യം, മീന്, ഫിഷ്. അപ്പൊ അസ്സമക്കു മീന് ഡാഷ് മായി, വെള്ളത്തിലാണ്. അപ്പൊ എന്താ പറയാ? ഒരു അക്വേറിയത്തിൽ മീനിനെ കാണാം, അക്വേറിയത്തിലെ വെള്ളത്തില് മീനിനെ കാണാം. അപ്പൊ അവിടെ എങ്ങനെ ഫില്ല് ചെയ്യാം? ഇൽ എന്നുള്ള മീനിങ് ആണ് അല്ലെ? ഇൽ എന്നുള്ള മീനിങ് വിരല് ഇൻ എന്നുള്ള ആയിരിക്കും അല്ലെ? എന്താണ്? അസ്സമക്കു ഫിഷ് ഇൻ ദി വാട്ടർ. ഫിഷ് ഇൻ ദി വാട്ടർ എന്ന് എങ്ങനെയായിരിക്കും എഴുതുക? അസ്സമക്കു ഫിൽമായി എന്ന് എഴുതാം. അപ്പൊ എല്ലാരും ഞാൻ പറയുന്ന എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് എഴുതാൻ ശ്രമിക്കാം. അസ്സമക്കു ഫിൽമായി എന്ന് എഴുതാം. പിന്നെ അതുപോലെ അടുത്തത് നോക്കാം. അൽ കിതാബു ഡാഷ് അത്തോവിലെത്തി. അപ്പൊ എന്താണ്? ബുക്ക് എവിടെയാണ്? തോവിലെത്തി, ടേബിളിന്മേൽ എന്നുള്ള. അപ്പൊ അതിന്മേൽ എന്നുള്ള അത് വരുന്നത്, ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഒന്ന് പറഞ്ഞു, എന്താണ് ആ മിസാലിൽ വന്നത്? അത് അതിന്മേൽ എന്നുള്ള അർത്ഥമാണ് അല്ലെ? അഥവാ അതിൽ എന്നുള്ള ഒരു അർത്ഥമാണ്, അതിന്മേൽ എന്നുള്ള അർത്ഥം. അപ്പോൾ അത് എങ്ങനെ എഴുതാം? അതിന്റെ മുകളിൽ എന്നുള്ള അർത്ഥം വരുന്നത് ഓൺ ദി അല്ലെ? അപ്പൊ ദി ബുക്ക് ഓൺ ദി ടേബിൾ എന്നാണ്. അപ്പൊ അവിടെ എങ്ങനെ എഴുതാം?
അൽ കിതാബു അല തോവിലെത്തി എന്നെഴുതാം. ഓൺ ദി എന്ന മീനിങ്. അതുപോലെ അടുത്ത് നോക്കാം. തർജിഉ ത്വാലിബത്തു ഡാഷ് അൽ മദ്രസത്തി. അപ്പോൾ തർജിഉ ത്വാലിബത്തു ഒരു വിദ്യാർത്ഥിനി മടങ്ങുന്നു. ഡാഷ് അൽ മദ്രസത്തി സ്കൂളിൽ നിന്ന് മടങ്ങുക. അപ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു പിതാവ് പള്ളിയിൽ നിന്നും എന്ന് പറയുന്നുണ്ട്. പള്ളിയിൽ നിന്നും ഇറങ്ങുന്നു എന്ന്. അതുപോലെ തർജിഉ ത്വാലിബത്തു ഇൽ നിന്ന് എങ്ങനെ എഴുതാം? ദി സ്റ്റുഡന്റ് റിട്ടേൺസ് ഫ്രം സ്കൂൾ. അപ്പോൾ എങ്ങനെ എഴുതാം? മിനൽ മദ്രസത്തി അല്ലേ? അപ്പോൾ അതുപോലെ യദ്ഹബുൽ വലതു ഒരു കുട്ടി പോകുന്നു. ഡാഷ് മൈതാനി. അപ്പോൾ മൈതാനി പറഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ എന്ത് എഴുതാം? ദി ബോയ് ഗോസ് ടു ദ ഫീൽഡ് എന്ന് എഴുതാം. ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ ലേക്ക് എന്നുള്ള മീനിങ് എങ്ങനെ എഴുതാം? എന്താണ്? ടു അല്ലേ? ടു എന്നുള്ളത് യദ്ഹബുൽ വലതു ഇലൽ മൈതാനി ഗ്രൗണ്ടിലേക്ക് പോകുന്നു എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഇനി മോഡലൊന്നും കാണിക്കുന്നില്ല. എല്ലാവരും ഞാൻ പറഞ്ഞത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് 18ാമത്തെ പേജിൽ ഒന്ന് നോക്കിയാലോ. നുമാരിസുൽ ഖത്ത. താഴെ ഒരു നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അതുപോലെ എഴുതി താഴെ ഒന്ന് ഫില്ല് ചെയ്യുക. എന്നാലേ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് ഉഷാറായി വരുള്ളൂ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ നന്നായിട്ട് പാഠഭാഗം വായിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരോടും അടുത്ത ക്ലാസ്സുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു. ബൈ.